ഇറ്റ്സ് മീ ശ്രീഭാമ SB മിസ്. മക്കളെ, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ മിസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലേ? നമ്മുടെ ബേസിക് സയൻസിന്റെ ഒരു അടിപൊളി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ട അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മിസ് ചെയ്യാത്തവർ ഷുവർ ആയിട്ടും പോയിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാ പറയാം അല്ലെ? സോ നന്നായിട്ട് എഴുതി പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ടി കറക്റ്റ് ആയിട്ട് നമ്മുടെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മക്കൾക്ക് കമ്മ്യൂണിറ്റിയിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ആൻസർ കീ ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഓരോന്നും നോക്കാം. സോ മക്കൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി കമ്മ്യൂണിറ്റിയിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഇതുവരെയും ജോയിൻ ചെയ്തില്ലെങ്കിൽ ഷുവർ ആയിട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ ലിങ്ക് താഴെ അവിടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. റെഡി അല്ലേ, സെറ്റ് അല്ലേ? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ പാറ്റേൺ വന്നിട്ടുള്ളത്. 2 മണിക്കൂറാണ് മക്കൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചിത്രം നിരീക്ഷിച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. നമുക്ക് ഓൾറെഡി അറിയാം ഇതിൽ ഏതൊക്കെയാണെന്ന് അറിയാം. വൃക്കയുണ്ട്, കിഡ്നി തന്നിട്ടുണ്ട്. കിഡ്നിയിൽ നിന്ന് നേരെ ഇങ്ങനെ ട്യൂബ് പോലെ പോകുന്ന ആൾ ആരാണ്? മൂത്രവാഹിയാണ് എന്ന് നമുക്കറിയാം അല്ലെ? അതേപോലെ അത് ശേഖരിച്ചു വെക്കുന്ന ആ മൂത്രവാഹി നേരെ പോകുന്നത് എവിടെയാണ്? മൂത്രാശയത്തിലോട്ടാണ്. അത് യൂറിൻ എന്ത് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ യുറീറ്റർ ആണ് ഇത്. ഏതെന്ന് പറയാം, നമുക്ക് ഭാഗം 1 എന്ന് പറയാം. അതേപോലെ ബി പാർട്ട് എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ വൃക്കയുടെ പങ്ക് എന്ത്? നമുക്കറിയാം എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. നമ്മളെ അരിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു അരിപ്പയാണ് എന്ത്? വൃക്ക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം അരിച്ച് ഫിൽട്ടർ ചെയ്ത് കറക്റ്റ് ആക്കി നമ്മുടെ ബോഡിനെ സെറ്റ് ചെയ്ത് തരുന്നത് ആരാണ്? യെസ്, വൃക്കകളാണ്. സോ അതുകൊണ്ട് കിഡ്നി എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രിവെന്റ് യൂറിനറി ഡിസീസസ്? മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അല്ലെ? വാട്ടർ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സോ വാട്ടർ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡ്രിങ്ക് ചെയ്യുക. അതുപോലെ നല്ല പേഴ്സണൽ ഹൈജീനിക് ആയിരിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. റെഡി അല്ലേടാ മക്കളെ? സോ ദാ കിഡ്നി എന്ന് പറഞ്ഞതാണ് മേജർ ആയിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ തന്നെയാണ്. പ്രധാനപ്പെട്ട വിസർജനാവയവമാണ്. അത് ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ആൻഡ് ദിസ് ഇസ് എക്സസ് യൂറിയ, വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ രക്തത്തിൽ അടങ്ങിയിട്ടുള്ളതിനെ ഫിൽട്ടർ ചെയ്തിട്ട് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം പഠിക്കുക, കിഡ്നിയുടെ ഫംഗ്ഷൻ പഠിക്കുക, വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ജീവാംശം കൂടുതലുള്ള മണ്ണ് കണ്ടെത്തുന്നതിനായി കുട്ടികൾ 3 തരത്തിലുള്ള മണ്ണുകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1, 2, 3. അപ്പൊ ചിൽഡ്രൻ കളക്ട് 3 സാമ്പിൾ ഓഫ് സോയിൽ ടു ടെസ്റ്റ് ദ എമൗണ്ട് ഓഫ് ഓർഗാനിക് കണ്ടന്റ് പ്രസന്റ് ഇൻ ഇറ്റ്. സാമ്പിൾ 1 ലെസ് എഫറസൻസ് ആണ്, അല്പം പതഞ്ഞു പൊങ്ങി. ആൻഡ് സാമ്പിൾ 2 മോർ എഫറസൻസ് ആണ്, നല്ല രീതിയിൽ പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. സാമ്പിൾ 3 ഒരു മാറ്റവും ഉണ്ടായില്ല, നോ ചേഞ്ച് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് എത്തിയത്? ഇതിൽ നിന്ന് എത്തിയിട്ടുള്ള കൺക്ലൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഓർഗാനിക് കണ്ടന്റ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓർഗാനിക് കണ്ടന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നത്. H2O2 നമ്മൾ ആഡ് ചെയ്യും അല്ലേ? H2O2 ആഡ് ചെയ്ത നല്ല ഓർഗാനിക് കണ്ടന്റ് ഉള്ള ആളുകളാണെങ്കിൽ വിഘടിച്ച് അത് ഓക്സിജൻ ആയിട്ട് മാറും. അപ്പൊ ഓക്സിജൻ ആയിട്ട് മാറുമ്പോൾ പതഞ്ഞു പൊങ്ങും. സോ നല്ല ഓർഗാനിക് കണ്ടന്റ്, ജീവാംശം കൂടുതലുള്ള മണ്ണില് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിസോസിയേറ്റ് ഫാസ്റ്റർ ഇൻ സോയിൽ വിത്ത് ഹൈ ഓർഗാനിക് കണ്ടന്റ്. നല്ല രീതിയിൽ പതഞ്ഞു പൊങ്ങാണ് ചെയ്യുക. സോ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല രീതിയിൽ പതഞ്ഞു പൊങ്ങുന്നത് സാമ്പിൾ 2 ആണ്. സോ മോർ എഫറസൻസ് കാണിക്കുന്നത് സാമ്പിൾ 2 ആയതുകൊണ്ട് നമുക്ക് പറയാം ഓർഗാനിക് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ളത് സാമ്പിൾ 2 ആൻഡ് സാമ്പിൾ പിന്നെന്താണ് ചോദിച്ചിട്ടുള്ളത്? Use the chemical pesticide affect soil adversely. Do you agree with the statement? രാസകീടങ്ങളുടെ ഉപയോഗം മണ്ണിനെ ദോഷകരമായി ബാധിക്കും. ഇതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട് അല്ലെ? രാസപരമായിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ, കെമിക്കൽ ആയിട്ട് ഇത് യൂസ് ചെയ്താലും അത് നമ്മുടെ മണ്ണിന്, എൻവിറോൺമെന്റിന് ഒരിക്കലും നല്ലതല്ല. അത് നമ്മുടെ ബാക്ടീരിയകളെ നശിപ്പിക്കും. അതുപോലെ ഓക്സിജൻ കണ്ടന്റ് അതിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ബാക്ടീരിയ പോയി കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവിൽ മാറ്റം വരും അല്ലെ? പിന്നെ അതുപോലെ നമുക്ക് വേണ്ട മണ്ണിന് വേണ്ട ഫെർട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ അത് നശിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് എന്താണ്, രാസവളങ്ങൾ ഒരിക്കലും നല്ലല്ല. ജൈവവളങ്ങൾ, ബയോ പെസ്റ്റിസൈഡ്സ്, ബയോ ഫെർട്ടിലൈസേഴ്സ് അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കണം എന്നുള്ളൊരു കോണ്ടന്റ് മക്കൾ ആലോചിച്ച് വെക്കുക. അത് എലബറേറ്റ് ചെയ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കവചിത ചെമ്പ് കമ്പി, ഇരുമ്പാടി, ബാറ്ററി എന്നിവ ഉപയോഗിച്ച് വൈദ്യുത കാന്തം നിർമ്മിക്കുക. എക്സ്പ്ലെയിൻ ദ മെത്തേഡ്
and making the electromagnet using insulator, copper wire, iron nail and battery എന്ന് പറയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് വൈദ്യുതകാന്തം നിർമ്മിക്കുമ്പോൾ കാന്തശക്തി കൂട്ടാൻ എന്തെല്ലാം മാർഗങ്ങൾ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. സ്ട്രേറ്റ് ദ വേ ടു ഇൻക്രീസ് ദ പവർ ഓഫ് an electromagnet and വൈദ്യുതകാന്തം ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്. ഇൻസ്ട്രുമെന്റ് which is used for electromagnet. Equipment in which electromagnet is used. ഇതാണ് മക്കളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടിപൊളിയായിട്ട് അവിടെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമ്മൾ ഇതെന്താണ്, ഇത് നമ്മുടെ ബാറ്ററി ആണ്. സോ ബാറ്ററി നമ്മളിങ്ങനെ എന്താണ്, ഒരു വലുത്, ഒരു ചെറുത്, ഒരു വലിയവൻ, ഒരു ചെറിയവൻ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തുക. ഇത് നേരെ നമ്മുടെ കമ്പി പോയി ഇതാ ഒരു എന്തിലോട്ടാണ്, മിസ്സിന് വരയ്ക്കാൻ വലിയ പിടിപാടൊന്നുമില്ല, തൽക്കാലം ഇത് ആണിയാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. ഇതിലോട്ട് നമ്മൾ ആ കവചിത ചെമ്പകമ്പി ഇങ്ങനെ ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു കവചിത ചെമ്പകമ്പി എടുത്തിട്ട് ഇരുമ്പാണിയുടെ ഒരറ്റം എന്ത് ചെയ്യാം മുതൽ മറ്റേ അറ്റം വരെ അടുപ്പിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുക. ചുറ്റിക്കഴിഞ്ഞ് രണ്ടറ്റത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബാറ്ററി ഘടിപ്പിക്കാൻ പോവാണ്. സോ ഇൻസുലേറ്റഡ് കോപ്പർ വയർ 75 centimeter length, the wind it closely overcome the iron nail from one end of the other, remove the insulation for both end of the wire, connect to the battery. അങ്ങനെ കഴിഞ്ഞ് ഒരു മുട്ടുസൂചി കൊണ്ടെന്ന് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും, അതൊരു വൈദ്യുത കാന്തമായി മാറി, ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് മാറി എന്ന് മനസ്സിലാവും. അതില് നമ്മളോട് ചോദിച്ച നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കാന്തശക്തി കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്ന്. നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ചുറ്റുന്ന ചെമ്പ് കമ്പികളുടെ എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ സെല്ലുകളുടെ എണ്ണം കൂട്ടാം. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ വൈദ്യുത കാന്തം കൂടുതലായിട്ട് നല്ല കാന്തശക്തിയാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഏതിലൊക്കെ ഇൻസ്ട്രുമെന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫാൻ, ഇലക്ട്രിക് ബെല്ല്, അതേപോലെ മോട്ടർ, എല്ലാത്തിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റ് അല്ലെ, നമ്മുടെ വൈദ്യുതകാന്തം യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാൻ പറ്റുന്നു. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യനോട്ട് മിസ് പോവാണ്. എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ, അമീബയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, എന്നിട്ട് ആ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഐഡന്റിഫൈ ദി ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അമീബയുടെ ന്യൂട്രീഷൻ. അതിൽ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് വരുന്നത്, എന്താണ് അസിമിലേഷൻ, അതിലൊരു സ്റ്റെപ്പ് തന്നെയാണ് അസിമിലേഷൻ അല്ലേ? സോ മിസ് ട്രിക്ക് വൈസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, ആദ്യം നമുക്കിത് വായിക്കാം. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ട്രേഷൻ ആണ് എന്ത്, ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ. ആഹാരം സ്വീകരിച്ച ദഹനമെല്ലാം പൂർത്തിയാക്കി ആഗിരണം ചെയ്ത് സ്വാംശീകരിച്ചാണ് വിസർജനം നടത്തുന്നത്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് മീഡിയം മക്കൾക്ക് വേണ്ടി പഠിക്കാൻ ഒരു മിസ് ട്രിക്ക് പറഞ്ഞുതരാം. ഇഞ്ചി ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിച്ചു ആര്, അബുവും അതുപോലെ അസീം കഴിച്ചു. അപ്പോ അവരെന്ത് ചെയ്തു, അത് കഴിഞ്ഞ് അവർ എക്സിറ്റ് ചെയ്ത് പുറത്തു പോയി. അപ്പൊ ഇഞ്ചി കടിക്കുക ഫോർ ഇൻജക്ഷൻ ആണ്, നമ്മൾ ആഹാരം സ്വീകരിച്ചു, ആഹാര സ്വീകരണം കഴിഞ്ഞ് ദെൻ ഡൈജഷൻ ആണ് നടന്നത്, ദഹനമാണ് നടന്നത്. അബു ഫോർ എന്താണ്, അബ്സോർപ്ഷൻ, ആൻഡ് അസി ഫോർ അസിമിലേഷൻ, ആൻഡ് എക്സിറ്റ് ചെയ്തു മീൻസ് എക്സ്ക്രീഷൻ സംഭവിച്ചു, വിസർജനം സംഭവിച്ചു. അപ്പൊ എന്താണ് ഇതെന്നൊന്ന് മനസ്സിലായത്? ആദ്യം അവരെന്ത് ചെയ്യും, അവരുടെ ആഹാരം അവർ നല്ല രീതിയിൽ സ്വീകരിക്കാൻ നോക്കും. അതാണ് ആദ്യഘട്ടം ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അതിലേക്കുള്ള ജൈവ ഘടകങ്ങളെ അവർ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ലഘുവായിട്ട് വിഘടിപ്പിക്കുക അല്ലെ, ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞത് മാക്സിമം അവർ അബ്സോർബ് ചെയ്യാണ്, അതിനാണ് അബ്സോർപ്ഷൻ അഥവാ ആഗിരണം എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് അത് മൊത്തം അവര് ശരീരത്തിലോട്ട് സ്വാംശീകരിക്കും, അതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് അസിമിലേഷൻ ചോദിച്ചാൽ പറയാൻ പറ്റും, ആഹാരഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയ. അസിമിലേഷൻ is a process in which the absorbed component become part of the body, then it is known as assimilation. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, വേണ്ടാത്ത സാധനം നമ്മൾ നമ്മൾ പുറത്തെടുത്ത് കളയുന്ന പോലെ വിസർജനമായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് അവർ പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. റെഡി, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഈ സംവിധാനത്തിൽ ബൾബ് പ്രകാശിപ്പിക്കാൻ കഴിയുന്നത് ഏതിനെല്ലാന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു ബൾബ് തന്നിട്ടുണ്ട്, ഒരു ബാറ്ററി തന്നിട്ടുണ്ട്, രണ്ട് സ്ക്രൂ അല്ലെങ്കിൽ ആണി വെച്ചിട്ടുണ്ട്. ഇവിടെ സെൻട്രലായിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങൾ വെച്ച് നോക്കുക. ചെമ്പ് കമ്പി, കോപ്പർ വയർ, ഗ്ലാസ്, അലുമിനിയം വയർ എല്ലാം നമ്മൾ വെച്ച് നോക്കി ഏതാണ് ലൈറ്റ് പ്രകാശിക്കുന്നത് എന്നുള്ളത് നോക്കുക. ആൻഡ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. സോ നമുക്കറിയാം, എ എന്ന് പറയുന്നത് ബാറ്ററി ആണ്, ബി എന്ന് പറയുന്നത് പ്രകാശിക്കുന്ന ലൈറ്റ് ആൻഡ് ബൾബ് ആണെന്ന് അറിയാം, ആൻഡ് സി എന്ന് പറയുന്നത് സ്വിച്ച് ആണെന്ന് നമുക്കറിയാം. അത് ഡീറ്റെയിൽ ആയിട്ട് മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ നമുക്ക് ആൻസർ നോക്കാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് ഒബ്ജക്ട്സ് ആയിട്ട് വെച്ച് നോക്കാൻ പോവാണ്. അതിൽ ഏതൊക്കെ വരും മക്കളെ, ആണി
പ്രകാശിക്കോ? ഓഫ് കോഴ്സ് പ്രകാശിക്കും. കാരണം ഇതൊരു മെറ്റൽ ആണ്. അത് നല്ല രീതിയിൽ വൈദ്യുതി ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആളാണ്. പേപ്പർ കഷ്ണം വെച്ചാൽ ഒരു രക്ഷയില്ല, അതിലൊക്കെ ഇലക്ട്രിസിറ്റി പോവാ. അങ്ങനെയാണ് വെച്ചാൽ മിസ്സിന് ഇതാ ഇവിടെ ഈ ഒരു പേപ്പറിൽ തന്നെ കറണ്ട് കടത്തിവിട്ടാൽ മിസ് ഷോക്ക് അടിച്ച് ചാവുക അല്ലേ? സോ അതൊന്നും ഇല്ല. അതുകൊണ്ട് പ്രകാശിക്കുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. മരക്കഷ്ണം, സ്പൂണ്, മരക്കഷ്ണം കടത്തിവിടുന്നില്ല, സ്പൂണ് കടത്തിവിടുന്നുണ്ട്. സ്റ്റീൽ സ്പൂൺ ആണെങ്കിൽ മെറ്റൽ ആണ്, ഓഫ് കോഴ്സ് അത് കടത്തിവിടും. പ്ലാസ്റ്റിക് വയർ, റബ്ബർ ബാൻഡ് അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ലൈറ്റിനെ ബൾബിനെ ഗ്ലോ ചെയ്യിപ്പിക്കുന്നില്ല. കാരണം എന്താണ്? ദേ ആർ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആളുകളെ നമ്മൾ ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. കടത്തിവിടാത്ത ആളുകളെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് കണ്ടക്ടേഴ്സ് ആൻഡ് ദോസ് വിച്ച് ഡു നോട്ട് conduct electricity which is known as insulator. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ മക്കളെ? റെഡി അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞതാ നമ്മുടെ സ്വിച്ചിന്റെ പിക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോറി, അത് സ്വിച്ച് അല്ല അല്ലെ, ഫ്യൂസ് ആണ്. മിസ്സിന് മാറിപ്പോയതാണ്. സോ ഇത് ഫ്യൂസ് ആണ്. ഫ്യൂസ് ശ്രദ്ധിക്കുക, തെറ്റാതെ തന്നെ എഴുതാം. അപ്പൊ മിസ്സിന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. അത് ഏതാണ്? ഫ്യൂസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. പിന്നെ ബൾബ്, ഗ്ലോയിങ് ബൾബ്, സ്വിച്ച്, അതുപോലെ ഫ്യൂസ്, കണ്ടക്റ്റീവ് വയർ, ബസർ, എല്ലാത്തിനും സിമ്പിൾസ് ഉണ്ട്. അത് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻസ് ആണ്, ഇമ്പോർട്ടൻസ് ആണ്, ഇമ്പോർട്ടൻസ് ആണ്. ക്ലിയർ അല്ലേ ഇട മക്കളെ? അപ്പൊ ആറാമത്തേതിലോട്ട് മിസ് പൊക്കോട്ടെ. എന്താണ് ആറാമത്തേത്? ഈ ചിത്രം നിരീക്ഷിച്ച ബിയിലൂടെ, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു കുഴലും വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാണ് നമ്മുടെ ബി കുഴല്, ഇതാണ് എ കുഴല്. ഇതിൽ നിന്ന് ബിയിലൂടെ ജാലി ബലൂൺ വീർപ്പിക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു കുഴലിൽ ഇങ്ങനെ അറ്റത്തോട്ട് ഇവിടെ ബലൂൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ ഊതിക്കഴിഞ്ഞാൽ ബലൂൺ ഓഫ് കോഴ്സ് വീർക്കും അല്ലേ? നമ്മൾ വായു കൊടുത്തു, അത് വീർത്തു. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. വീർത്ത ബലൂൺ ചുരുങ്ങുമ്പോൾ ജാറിൽ എന്ത് മാറ്റാ സംഭവിക്കുന്നത്? വീർത്ത ബലൂൺ ചുരുങ്ങാന്ന് പറയുമ്പോൾ അവിടെ എയർ കുറഞ്ഞു അല്ലെ? അപ്പൊ എയർ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ ബീക്കറിനകത്തുള്ള വെള്ളത്തിനോട്ട് വേഗം ഇതിനകത്തോട്ട് വരാൻ പറ്റില്ലേ? ഇവിടെ വലിയതായിട്ട് ഈ ബബിളല്ല എന്താ പറയുക, ബലൂണുകൾ വലുതായിട്ട് വന്നു എന്ന് വിചാരിക്കുക. വലിയ ബലൂൺ ആവുന്ന സമയത്ത് അതിന് നിൽക്കാൻ കുറേ സ്പേസ് വേണം, എയർ ഒരുപാട് വേണം. അപ്പൊ എന്ത് ചെയ്യാണ് അവര് പുറത്തോട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് എയറിനെ കടത്തിവിടും. പക്ഷെ അതേ സമയത്ത് നമ്മള് ഈ ബലൂൺ ചുരുങ്ങുകയാണ്, കുറച്ച് സ്ഥലം മതി അവർക്ക് ഇരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാകുമ്പോ വേഗം ഈ വെള്ളത്തിനുള്ളിലോട്ട് കടക്കാനുള്ള ടെൻഡൻസി വരില്ലേ? അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇവിടെ തൊട്ട് വാട്ടർ ഡ്രോപ്സ് കുറച്ചായിട്ട് വരുന്നു. മനസ്സിലായി അല്ലെ? ഇനി എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ വായുമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഹൈഡ്രോമീറ്റർ അല്ല, ബാരോമീറ്റർ അല്ലെ? ബാരോമീറ്റർ. അപ്പോ മെഷർ ദ പ്രഷർ ഈസ് കോൾഡ് ഇൻസ്ട്രുമെന്റ് വിച്ച് യൂസ് ടു മെഷർ ദ പ്രഷർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. റെഡി, സെറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് അവയവങ്ങളെ തിരിച്ചറിയുക? അപ്പൊ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ബ്ലഡ് ഓരോരോ സാധനങ്ങൾ എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഏതൊക്കെ ഘടകങ്ങൾ എത്തുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡു ദ യൂറിയ ആൻഡ് ദ കാർബൺ ഡൈ ഓക്സൈഡ് റീച്ചിങ് ബ്ലഡ് ഈസ് അസിമിലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് കറക്റ്റ് ആണോ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം. ബ്ലഡ് എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ഇവിടെ ഫസ്റ്റ് ഓക്സിജനെ ഇവിടെ ആക്കുന്ന ഇതാണ്. നമുക്ക് ഓഫ് കോഴ്സ് അറിയാം അത് ലങ്സ് ആണ് അല്ലെ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, പറയുന്ന പോലെ ശ്വാസകോശമാണത്. ശ്വാസകോശത്തിൽ നിന്ന് അവർ ഓക്സിജൻ സ്വീകരിക്കുന്നു. ഇതെന്താ മക്കളെ? സെല്ലാണ്, കോശങ്ങളാണ്. കോശങ്ങളിൽ നിന്ന് അവരെന്ത് സ്വീകരിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നുണ്ട് അല്ലെ? ദെൻ നമുക്ക് ഇവിടെ ഇത് പറയാം, ഇത് നമ്മുടെ യൂറിയ എവിടെ നിന്നാണ്? ലിവറിൽ നിന്നാണ്, കരളിൽ നിന്ന്. കരളിൽ നിന്ന് അവർ എന്ത് വാങ്ങിക്കുന്നു? യൂറിയനെ വാങ്ങിക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഇവിടെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലേ? അത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താ ചെയ്യുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ന്യൂട്രീഷൻസ് ആണ് അവർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലഡിന്റെ ഇരിപ്പുവശം. അപ്പൊ ബ്ലഡില് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, പക്ഷെ അതിൽ വേണ്ടാത്ത ആളുകളുണ്ട് അല്ലെ? അതിനെയാണ് നമ്മൾ എന്താ പറയാ, എന്താണ് പുറന്തള്ളപ്പെടുന്നത്? ഏതൊക്കെയാണ് നമുക്ക് വേണ്ടാത്തത്? യൂറിയ നമുക്ക് വേണോ? വേണ്ട. നമ്മള് മൂത്രമായിട്ട് യൂറിനായിട്ട് പുറത്ത് കളയുന്നതാണ് നമ്മുടെ യൂറിയ. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമുണ്ടോ? നോ. നമ്മൾ പുറത്ത് കളയുന്ന ആളല്ലേ? ഓക്സിജൻ സ്വീകരിച്ച കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയുന്നു. സോ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലായി.
അപ്പൊ ഈ 2 ആൻസർ കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ബോഡി ടെമ്പറേച്ചർ ഇസ് റെഗുലേറ്റഡ് ആണോ? ഏത്? സ്വെറ്റനിങ്ങിന്റെ കേസിൽ. ആൻഡ് ഡൈജഷൻ ഈസ് മെയ്ഡ് ഈസി. എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട് ആർ എക്സ്വെൽ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡീഹൈഡ്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ശരീര താപനില ക്രമീകരിക്കുന്നുണ്ട്. നമ്മൾ വേർക്കുന്നുണ്ട്, ഭയങ്കര ചൂടുള്ളപ്പോ നമ്മൾ പെട്ടെന്ന് വേർക്കില്ലേ? അപ്പൊ ശരീര താപനിലയിൽ അത് ക്രമീകരിക്കുന്നുണ്ട്. ദെൻ അധികമുള്ള ജലവും ലവണവും പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട് എക്സ്പെൽ ചെയ്ത് കളയുകയും ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്വെറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് എന്റെ മക്കള് പഠിച്ചു വെക്കുക. അതേപോലെ നമ്മുടെ വൃക്കയുടെ ഈ ഒരു ഫംഗ്ഷൻ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻസ് ആണ്. ഏതൊക്കെയാണ് വൃക്കയിൽ നിന്ന് വരുന്നത്, ആരൊക്കെയാ വൃക്ക പുറത്ത് കളയുന്നത് എന്ന് നോക്കി വെക്കുക. രക്തത്തിൽ എന്താണ്? രക്തത്തിലെ വേണ്ടാത്ത യൂറിയനെ, ജലത്തെ, മറ്റ് ഘടകങ്ങളൊക്കെ പുറത്ത് കളഞ്ഞ് നമ്മളെ ഫിൽട്ടർ ചെയ്ത് എന്താ പറയുക ഭയങ്കര ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് ആരാണ്? നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആരാണ്? വൃക്കയാണ്, കിഡ്നിയാണ്, അല്ലെ? അപ്പൊ സ്വെറ്റിന്റെ കാര്യം മിസ് ഓൾറെഡി പറഞ്ഞതാ. ഇവിടെ 2 പോയിന്റ് ആണ്. അത് മിസ് ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? P1 വഴി വായു ഊതപ്പെടുന്നു. ഇതാണ് നമ്മുടെ P1 ട്ടോ. ഇത് നമ്മുടെ P1, ഇത് നമ്മുടെ P2, ഇത് നമ്മുടെ P3. ദെൻ നമ്മള് A എന്ന കുപ്പിയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? വാട്ട് ചേഞ്ചസ് ഒക്കർഡ് ഇൻ ബോട്ടിൽ A എന്ന് ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്തു? ഫൂ എന്ന് പറഞ്ഞ് ഊതാണ് ചെയ്തത്. ഊതിയ സമയത്ത് എയിൽ നിന്ന് എന്ത് സംഭവിച്ചില്ല മക്കളെ? ബിയിലോട്ട് വാട്ടർ കുറച്ചായിട്ട് പോകാൻ തുടങ്ങി. സോ ഇവിടുത്തെ ജലനിരപ്പ് ഓഫ് കോഴ്സ് വാട്ടർ ലെവൽ കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ബിയിൽ എന്താ സംഭവിച്ചത്? ബിയിൽ കുറച്ചായിട്ട് വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? കുറച്ചായിട്ട് ഇങ്ങനെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ ബിയുടെ കുപ്പിയില് വാട്ടർ ലെവൽ കുറച്ച് വരാൻ തുടങ്ങി, കൂടാൻ തുടങ്ങി. ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ ദ ബബിൾസ് റൈസ് അപ്പ് ദ എവിടെയാണ്? ബീക്കറിൽ കുമിളകൾ എന്തുകൊണ്ടാണ് ബബിളായിട്ട് വരുന്നത് ചോദിച്ചു. നമുക്കറിയാം ഇവിടെ നിന്ന് എന്താണ് കുറെ വെള്ളം വന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ വായു വേഗം എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഇവിടുത്തെ വെള്ളം ഇങ്ങോട്ടേക്ക് വന്നപ്പോ അവിടുത്തെ വായുവിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇത്രയും ആളുകൾ ഈ സ്പേസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം അവർ അപ്പുറത്തോട്ട് മാറാന്ന് പറയുമ്പോഴാണ് ഈ ബബിൾ വരുന്നത്. ബ്ലും എന്ന് പറഞ്ഞിട്ട് ബബിൾസ് റൈസ് അപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. എന്ത് നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പിച്ചോ മക്കളെ ക്രിസ്മസ് എക്സാം പൊളിക്കും. നിങ്ങൾ റെഡി? അപ്പൊ ഇതേ പാറ്റേണിലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് എക്സാം വരാം കേട്ടോ. ക്ലിയർ അല്ലേ? 9ാമത്തെ. നല്ല ചെരുവിള ഭൂപ്രദേശത്ത് മണ്ണൊലിപ്പ് തടയുന്നതിന് ഏത് വിളയാണ് വെക്കേണ്ടത്? മുളയാണോ പ്ലാവാണോ? ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഗ്രോ എ പ്ലാന്റേഷൻ പ്രിവെന്റ് ദ സോയിൽ ഇറോഷൻ ഇൻ എ സ്ലോ പ്ലാൻ. വിച്ച് ഇസ് മോർ സ്യൂട്ടബിൾ, ബാംബു ഓർ ജാക്ക് ഫ്രൂട്ട്? ഓഫ് കോഴ്സ് നമുക്കറിയാം ബാംബു ആണ്. കാരണം ബാംബുവിന്റെ വേര് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. കട്ടയ്ക്ക് സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ട് അത് സോയിൽ ഇറോഷനെ മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ കൂട്ടമായിട്ടാ നിൽക്കുക അല്ലെ? ഈ മുളകളൊക്കെ കൂട്ടായിട്ടാ നിൽക്കുക. അതൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യും? സോയിൽ ഇറോഷനെ ഹെൽപ്പ് ചെയ്യും. മണ്ണൊലിപ്പ് തടയുന്നതിന് 2 മാർഗങ്ങൾ പറയാ. Write the 2 methods to adoptions of the farmers to prevent soil erosion. And last question നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. രാസവളങ്ങളുടെ രാസകീടനാശിനികളുടെ അമിത ഉപയോഗം മേൽമണ്ണിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. And excess use of chemical fertilizers and pesticides destroy the microorganism in the topsoil. How എങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം മണ്ണൊലിപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ മുകളിലെ മണ്ണ് ഒലിച്ചു പോവാണ്. അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സസ്യങ്ങളെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിലും മിസ് കുറെ ഇടം വെച്ചിട്ടുണ്ട്. ഡിസ്ട്രക്ഷൻസ് ഓഫ് ഹില്ലുകൾ എന്ന് വെച്ചാൽ കുന്നിടിച്ച് നിരത്തുന്ന തടയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്നിടിക്കുന്ന ഒഴിവാക്കുക, വന സംരക്ഷണം ചെയ്യുക, ജൈവവേലി നിർമ്മിക്കുക. ഏത് വേർഡിൽ എന്റെ മക്കൾക്ക് എഴുതി വെക്കാം. അപ്പൊ അതിൽ ഏതാണെങ്കിലും സെറ്റ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന ആൻസർ എഴുതി വെക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സൂക്ഷ്മജീവികളെ നശിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ സപ്ലൈയും കാര്യങ്ങളൊക്കെ കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മണ്ണിന്റെ ബലഭൂഷ്ടി പോവും, നല്ല വിളകൾ നമുക്ക് കിട്ടാതെ ആകും, മണ്ണിന്റെ നല്ല എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും അല്ലെ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. സ്വപോഷികളാണ് പ്ലാവ്, മാവ്, നെല്ലി, പരാതം, ഇത്തൽ, ചന്ദനം, മൂടിലാത്താളി. ആൻഡ് സ്വപോഷികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റഫ്ലേഷ്യ, സാൻഡൽവുഡ് ട്രീ ആൻഡ് കോക്കനട്ട് ട്രീ, പാരസെറ്റല, പെപ്പർ പ്ലാന്റ്, ജാസ്മിൻ, കസ്ക്യൂട്ട. ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ടേബിൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ടേബിൾ വളരെ കറക്റ്റ് ആണ്. പക്ഷെ ബി ടേബിളിൽ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. റഫ്ലേഷ്യ എന്ന് പറയുന്നത് പരാതമാണ്, ചന്ദനവും പരാതമാണ്, ആൻഡ് ദെൻ മൂടിലാത്താളിയും പരാതമാണ്. അപ്പൊ ആ ഭാഗം സെറ്റായി. ഇവിടെ നോക്കി ഓട്ടോട്രോപ്സ് ആയിട്ട് വരുന്ന ഇതൊക്കെയാണ്. ജാസ്മിൻ ഓട്ടോട്രോപ്പ് ആണ്. അതേപോലെ പെപ്പർ പ്ലാന്റ്, ദെൻ കോക്കനട്ട് ട്രീ. ഇതൊക്കെ എന്താണ്? സ്വപോഷികളാണ്, സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് ആ ടേബിളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ടേബിൾ കറക്റ്റ് ആണ് അല്ലെ? പിന്നെ ഇടപിടിയൻ സസ്യങ്ങൾ വളരുന്ന മണ്ണിന്റെ 2 സവിശേഷ വിധാനം ചോദിച്ചിട്ടുണ്ട്. ഇടപിടിയൻ സസ്യത്തിന് പേരും ചോദിച്ചിട്ടുണ്ട്. സോ എന്താ ഓട്ടോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്ന മറ്റു ജീവികളെ ആശ്രയിക്കാത്ത ആളുകളെയാണ്
നമ്മൾ സ്വപോഷികൾ ഓട്ടോട്രോപ്സ് എന്ന് പറയാം. ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ എന്താണ്? ഓട്ടോട്രോപ്സ് ആണ്. ദേ ആർ ടു സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അതാണ് ഓട്ടോട്രോപ്പ്. അതിൽ നിന്ന് നമ്മൾ ഈ കോക്കനറ്റും അതേപോലെ എന്താ പറയുക പെപ്പർ പ്ലാന്റ്സ് ഒക്കെ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളല്ലേ. എന്നാൽ അതേ സമയത്ത് നമ്മള് എന്താണ് മറ്റുള്ള ആ നിൽക്കുന്ന ആളിൽ നിന്ന് വലിച്ച് ഊറ്റി ജീവിക്കുന്ന ആളുകളെ നമ്മൾ പാരാസൈറ്റ്സ് എന്ന് പറയും. സെമി പാരാസൈറ്റ് ഉണ്ട്, ടോട്ടൽ പാരാസൈറ്റ് ഉണ്ട്. അപ്പൊ ലൊറാന്തസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ മാവിന്റെ മുകളിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ആ മാവിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജലവും ലവണവും വലിച്ചെടുത്ത് അതിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാ? അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പാരാസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നു. പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അത് നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് ഊറ്റിയെടുത്ത് ജീവിക്കുന്ന വില്ലനായിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കണം മക്കളെ? നമ്മൾ പാരാസൈറ്റുകൾ എന്ന പേര് പറഞ്ഞ് വിളിക്കും. അതാണ് പാരാസൈറ്റുകൾ. കസ്ക്യൂട്ട, ലൊറാന്തസ്, റഫ്ലേഷ്യ, അതേപോലെ സാൻഡല എല്ലാം നമുക്ക് എന്തായിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാം? പരാത സസ്യമാണ്, പാരാസൈറ്റിക് പ്ലാന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. അപ്പൊ എന്താണ് പാരാസൈറ്റ് മനസ്സിലായി? സാൻഡൽ വുഡും എന്താണ്? ആദ്യം വളരുന്ന സമയത്ത് ഫസ്റ്റ് ടൈം തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ജലവും ലവണവും മറ്റുള്ളതിൽ നിന്ന് ഊറ്റിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഊറ്റിയെടുത്തോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചാലോ അത് പരാത സസ്യമാണ്, പാരാസൈറ്റിക് പ്ലാന്റ് ആണ്. പിന്നെ ഇരപിടിയ സസ്യങ്ങളെ പറ്റിയാണ് ചോദിച്ചത്, പ്രിഡേറ്റേഴ്സിനെ പറ്റിയാണ് ചോദിച്ചത്. അതിന് എക്സാമ്പിൾ ആണ് വീനൽ ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ, പിച്ചർ പ്ലാന്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇരപിടിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന്റെ അടുത്ത് വന്നിരിക്കുന്ന പ്രാണിയെ ഒറ്റ പിടി അങ്ങോട്ട് പിടിക്കുക അല്ലെ. ഇപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പൊ സണ്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാ നിൽക്കുക. അവിടെ ഈച്ച വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മടക്കി ആ ഈച്ചയുടെ ഉള്ളിലോട്ടാക്കി അത് കഴിച്ച് അതിൽ നിന്ന് എന്തുണ്ടാക്കും? അവർക്ക് വേണ്ട എലമെന്റ്സ്, അവർക്ക് ആവശ്യമുള്ള എലമെന്റ്സ് അവർ എടുക്കുക ചെയ്യുക. സോ ഇൻസെക്ടിവോയിഡ്സ് എന്ന് പറയുന്നത് ദേ ക്യാച്ച് ഇൻസെക്ട്, പ്രാണികളെ പിടിക്കുന്നതായതുകൊണ്ടാണ് അവർ ഇരപിടിയൻ സസ്യന്മാർ, പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ ഇരപിടിയൻ സസ്യം എന്ന് ചോദിച്ചാൽ എന്റെ മക്കൾക്ക് പറയാൻ പറ്റും പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങളാണ് എന്ന് പറയാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അതിന്റെ മണ്ണിന്റെ സ്പെഷ്യാലിറ്റി വരുന്നത്? നമുക്കറിയാം അതില് എലമെന്റ്സ് ഒരുപാട് ആവശ്യമുണ്ട് നമ്മുടെ പ്ലാന്റ്സിന് അല്ലെ. നൈട്രജനും ഫോസ്ഫറസും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. സോ നൈട്രജന്റെ അളവ് ചില സമയത്ത് എന്താണെന്നറിയോ? അസിഡിറ്റി കൂടിയ മണ്ണില് എന്താണെന്നറിയോ? നൈട്രജന്റെ അളവ് വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് ആ നൈട്രജനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാണികളെ പിടിച്ച് അതിനെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് നൈട്രജൻ അവർ ആവശ്യമുള്ളത് വാങ്ങിച്ചെടുക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇരപിടിയൻ സസ്യം പറഞ്ഞത്. അവർ എന്തിനാ ഇരയെ പിടിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എലമെന്റ്സിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? അവർക്കറിയാം അവരെന്താണ് അസിഡിറ്റി കൂടിയിട്ടുള്ള മണ്ണിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ അവർക്ക് നൈട്രജൻ ഒന്നും കിട്ടില്ല. കാരണം അവിടെയുള്ള അസെറ്റോബാക്ടർ, നൈട്രോബാക്ടർ ആയിട്ടുള്ള ബാക്ടീരിയകള് എന്താണ് നൈട്രജനെ ഹെൽപ്പ് ചെയ്യുന്നത്. നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആളുകൾ അവിടെ കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് എന്താണ് അത് അവിടെ ഉണ്ടാവില്ല. ആ റീസൺ കൊണ്ടാണ് എന്ത് അവർ ഇര പിടിക്കേണ്ട ആവശ്യം വരുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. സോ എന്റെ മക്കൾ എല്ലാവരും അടിച്ചു പൊളിച്ച് തന്നെ ക്രിസ്മസ് എക്സാമിന് പഠിക്കുക കേട്ടോ. ഇത് നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിനെയും കിട്ടും. സോ കമ്മ്യൂണിറ്റിയിൽ ഷുവറായിട്ട് എന്റെ മക്കൾ ജോയിൻ ചെയ്യുക. അപ്പൊ അടിച്ചു പൊളിച്ച് തന്നെ ക്രിസ്മസ് എക്സാമിന് പഠിക്കുക. ഇതുപോലെയുള്ള കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ടാവും. സോ എന്റെ മക്കൾ എല്ലാവരും ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് പഠിച്ച് എക്സാം അടിപൊളിയാക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. ബൈ ബൈ. സീ യു. ബൈ ബൈ.